നൂറ്റാണ്ടുകളായി നടന്നു വരുന്നതായ ഈ കൺവെൻഷൻ അനേക ജീവിതങ്ങൾക്ക് രൂപാന്തരവും അവരുടെ ജീവിതത്തിൻ്റെ പരിവർത്തനവും സൃഷ്ടിച്ചതായ ഒരു സ്ഥലമാകുന്നു മാരാമൺ. ഇത് അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കൺവെൻഷനായിട്ട് നിലകൊള്ളുവാൻ കാരണം ഇതിൻ്റേതായ പ്രവർത്തനങ്ങളും ഇതിൻ്റേതായ എല്ലാ തരത്തിലുള്ളതായ ക്രമീകരണങ്ങളും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതായി തീർന്നു എന്നുള്ളത് പ്രത്യേകമായി എടുത്തു പറയേണ്ടതാകുന്നു. ഈ കൺവെൻഷനിൽ കൂടി അനേകർ അവരുടെ ജീവിതത്തിലെ ദൈവകൃപ കണ്ടെത്തപ്പെടുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് വലിയതായ ഒരു കാര്യമാകുന്നു എന്ന് ഈ സമയം പറയാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യാവുന്നു. അനേകർ ഒരുമിച്ച് കൂടി വരുമ്പോൾ അത് ദൈവനാമ മഹത്വത്തിനായിട്ട് ഇടയാക്കി തീർക്കുകയും ചെയ്യുന്നുണ്ട്. അനേകർ ഒരുമിച്ച് കൂടി വരുന്നു, അവരുടെ ജീവിതം രൂപാന്തരപ്പെടുവാൻ ഇടയാക്കി തീർക്കുകയും ചെയ്യുന്നുണ്ട്. കൺവെൻഷൻ്റെ കൂടിവരവ് ലോകത്തിലുള്ള എല്ലാ ഭാഗങ്ങളിൽ നിന്നുമായ വിശ്വാസക്കൂട്ട് ഒരുമിച്ച് വരികയും അവർ ഇവിടെ വന്നിരുന്ന് ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുകയും ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് തങ്ങളെ തന്നെ ഒരുക്കുകയും ചെയ്യുന്നു എന്നുള്ളതും ഒരു പ്രത്യേകതയാകുന്നു. അനേകർ കടന്നു വരുന്നു, അനേകർ തങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നു, അനേകർ തങ്ങളുടെ സുഹൃത്ത് ബന്ധങ്ങളെ പുതുക്കുകയും ദൈവരാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്കായിട്ട് അത് പ്രയോജനപ്രദമാക്കി തീർക്കുകയും ചെയ്യുന്നു എന്നുള്ളതും പ്രത്യേകം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇത് ലോകത്തിനെല്ലാം മാതൃകയുള്ളതായ, ലോകത്തിന് മറ്റുള്ളവരുടെ മുൻപിൽ മാതൃകാപരമായിരിക്കുന്ന ഒരു കൺവെൻഷനായിട്ട് നിലകൊള്ളുന്നു എന്നുള്ളതും സവിശേഷതയായിട്ട് നിലകൊള്ളുന്നു. ദൈവനാമഹത്വത്തിനായിട്ട് ഇത് ഇപ്പോഴും ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുള്ളവർക്ക് വേണ്ടി പ്രയോജനപ്പെടുന്നു എന്നുള്ളതും പ്രത്യേകം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. Ooh.
പഴി പറഞ്ഞെന്നാലും മിത്രങ്ങളും ശത്രുക്കളായി മാറിയെന്നാലും ലോകമെല്ലാം നമ്മെ പഴി പറഞ്ഞെന്നാലും തകർന്നു പോയെന്നു തമ്മിൽ പറഞ്ഞു മുന്നേ നമ്മെ ഇത്രത്തോളം ഉയർത്തിയും കൂടെയില്ലേ തകർന്നു പോയെന്നു തമ്മിൽ പറഞ്ഞു മുന്നേ നമ്മെ ഇത്രത്തോളം ഉയർത്തിയും കൂടെയില്ലേ വിശ്വസിച്ച നാം ദൈവമഹത്വം കാണും വിശ്വാസത്തോടെ നാം പ്രാർത്ഥിക്കണം വിശ്വസിച്ച നാം ദൈവമഹത്വം കാണും വിശ്വാസത്തോടെ നാം പ്രാർത്ഥിക്കണം പൂർവ്വപിതാക്കന്മാർ ആരാധിച്ചപ്പോൾ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം പൂർവ്വപിതാക്കന്മാർ ആരാധിച്ചപ്പോൾ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. Now, Paul speaks of learning to be content. അതുകൊണ്ട് പൗലോസ് ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത് സംതൃപ്തരായിരിക്കാൻ നാം പരിശീലിക്കണം. How do we learn it? അത് നമ്മൾ എങ്ങനെയാണ് ശീലിക്കുന്നത് പരിശീലിക്കുന്നത്? First and foremost, ഒന്നാമതായി we have to learn to discover the sufficiency of God's grace. അതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ ദൈവത്തിന്റെ കൃപാധനത്തിലുള്ള പരിപൂർണമായ ആശ്രയമാണ് സംതൃപ്തിയിലേക്ക് നമ്മളെ നയിക്കുക. That God will give us what we need in life. എന്റെ ജീവിതത്തിൽ എനിക്ക് ആവശ്യമുള്ളത് സർവശക്തനായ ദൈവം തരും എന്നുള്ള വലിയ ചിന്ത ബോധ്യം. In Matthew 6, മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ verse 28 to 34, അതിന്റെ 28 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ we read, നാം ഇപ്രകാരം വായിക്കുന്നു. and why do you worry about clothing? നിങ്ങൾ ഉടുപ്പിനെ കുറിച്ച് എന്തിനാണ് വിചാരപ്പെടുന്നത്? Consider the lilies of the field, വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് how നിരൂപിപ്പിൻ. they grow. അത് എങ്ങനെ വളരുന്നു? They neither toil nor spin. അവ അധ്വാനിക്കുന്നില്ല നൂൽക്കുന്നതുമില്ല. Yet I tell you, എങ്കിലും even Solomon in all his glory was never clothed like one of these. ശലോമോൻ പോലും തന്റെ സർവ്വമഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല. But if God clothes the grass of the field, ഇന്നുള്ളതും നാളെ വയലിൽ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ, which is alive today and tomorrow is thrown into the oven, പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ will he not much more clothe you? എങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം. Therefore do not worry, ആകയാൽ നാം എന്തു തിന്നും, saying, what will I eat? ആകയാൽ നാം എന്തു തിന്നും, എന്താ കുടിക്കും, എന്താ ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ Or വിചാരപ്പെടരുത്. what will we drink? നമ്മൾ എന്താ കുടിക്കും, Or what will we wear? നാം എന്താ ധരിക്കും? For it is the Gentiles who strive for all these things. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. Moving down, he says, but strive first for the kingdom of God and his righteousness, മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, and all these things will be given to you. അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. This is what Christ is telling his disciples ഇത് നമ്മുടെ കർത്താവ് തന്നെ ശിഷ്യന്മാരോട് പറയുന്ന വാക്കുകളാണ്. and the people who were listening to him. കർത്താവിനെ കേൾക്കുന്ന ആളുകൾ, God cares for you. ദൈവം, ക്രിസ്തു അവരോട് പറയാണ്, ദൈവം നിങ്ങളെ പരിചരിക്കുന്നു, പരിപാലിക്കുന്നു. With our faith in a sovereign God, പരമാധികാരിയായിട്ടുള്ള സർവശക്തനായിട്ടുള്ള ദൈവത്തിലുള്ള ആശ്രയം, അതാണ് loving God, നമ്മെ സ്നേഹിക്കുന്നവനായ ദൈവം, who has made a promise നമ്മളോട് ഒരു വാഗ്ദത്തം ഉടമ്പടി ചെയ്തവനായ വലിയവനായ that ദൈവം, he will provide for his own. നമുക്ക് സർവ്വതും നൽകുവാൻ കഴിവുള്ളവൻ എന്ന വാഗ്ദത്തം നൽകിയ ദൈവത്തിലുള്ള ആശ്രയം. Let me tell you, Paul was not only trusting in God and all was okay. ദൈവത്തിൽ പൗലോസ് ആശ്രയിക്കുമ്പോൾ എല്ലാം ശരിയായിരിക്കുന്നു, ഒരു പ്രശ്നവുമില്ല എന്നല്ല. He suffered a lot. പക്ഷേ അതിന്റെ മധ്യത്തിലും അവൻ വളരെയധികം കഷ്ടത In അനുഭവിക്കുന്നു. 2 Corinthians 2 കൊരിന്ത്യരിൽ chapter 11 verses 24 to 27, അതിന്റെ 11-ാം അധ്യായം 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ he gives us the list of what happened to him. പൗലോസിന്റെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചു എന്നുള്ള ഒരു പട്ടിക പൗലോസ് അവിടെ പറഞ്ഞിട്ടുണ്ട്. He says,
പൗലോസ് ഇങ്ങനെ പറയുന്നു, 5 times I received from the Jews the 40 lashes minus 1. യഹൂദരാൽ ഞാൻ 1 കുറയാൽ 40 അടി 5 വട്ടം കൊണ്ടു. 3 times I was beaten with rods. 3 വട്ടം കോലിനാൽ അടികൊണ്ടു. Once I was stoned. ഒരിക്കൽ ഞാൻ കല്ലേറ് കൊണ്ടു. 3 times I was shipwrecked. 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു. I spent a night and a day in the open sea. ഒരു രാപ്പകൽ വെള്ളത്തിൽ ഞാൻ കഴിച്ചു. I have been constantly on the move. ഞാൻ എപ്പോഴും യാത്ര ചെയ്തിരുന്നു. I have been in danger from rivers, നദികളിലെ ആപത്ത്, in danger from bandits, കള്ളന്മാരാലുള്ള ആപത്ത്, in danger from my own countrymen, സ്വജനത്താലുള്ള ആപത്ത്, in danger from Gentiles, ജാതികളാലുള്ള ആപത്ത്, in danger in the city, പട്ടണത്തിലെ ആപത്ത്, in danger in the country, കാട്ടിലെ ആപത്ത്, in danger at sea, കടലിലെ ആപത്ത്, and in danger from false brothers. കള്ള സഹോദരന്മാരുള്ള ആപത്ത്. I have labored and toiled ഞാൻ അധ്വാനം, പ്രയാസം, and often gone without sleep. പലവട്ടം ഉറക്കളിപ്പ്, I have known hunger പട്ടിണി, and a thirst, ദാഹം, and I have often gone without food. പട്ടിണിയിലും I have been cold and naked. ശീതത്തിലും നഗ്നതയിലും. This is the man who says, ഈ പൗലോസാണ് പറയുന്നത്, I have learned the secret of being content. ഈ പൗലോസാണ് പറയുന്നത്, ഞാൻ സംതൃപ്തനായിരിക്കാൻ ശീലിച്ചിരിക്കുന്നു He എന്നത്. experienced hardships. ഇത്തരത്തിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും അനുഭവിക്കുമ്പോൾ തന്നെ Learning contentment requires God's presence. ഇത്തരത്തിൽ സന്തോഷിക്കണമെങ്കിൽ തീർച്ചയായും ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ ആവശ്യമാണ്. God's peace. ദൈവത്തിന്റെ സമാധാനം. This state of mind ഈ വലിയ മാനസികാവസ്ഥ only comes from God. ഇത് ദൈവത്തിൽ നിന്ന് മാത്രമാണ് പുറപ്പെട്ടു വരുന്നത്. It comes from the realization അത് ദൈവത്തോടുള്ള ഒരു വലിയ തിരിച്ചറിവിൽ നിന്ന് വരുന്നതാണ്. that God has given me all I need for എനിക്ക് my present welfare. ഇന്ന് എന്റെ ക്ഷേമത്തിനായിട്ട് എനിക്ക് ആവശ്യമുള്ളതെല്ലാം തരുവാനുള്ള ഒരു ദൈവമുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ നിന്ന് ഉടലെടുക്കുന്ന മനോഭാവം. In 2 Peter chapter 1 verse 3 we read, 2 പത്രോസ് 1-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, His divine power has given us everything we need for life and goodness through our knowledge of Him who called us by His own glory and goodness. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. This state of mind ഈ വലിയ മനോഭാവം, മാനസികാവസ്ഥ should be based on the conviction that God will provide for my basic needs. എന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ തരുവാൻ കഴിവുള്ളവനായ ഒരു ദൈവം എന്നോട് കൂടെയുണ്ട് എന്ന വലിയ വിശ്വാസത്തിൽ നിന്നാണ് ഇത് ഉടലെടുക്കുന്നത്. Regardless of my conditions. എന്റെ ജീവിതത്തിന്റെ അവസ്ഥകൾ എന്തും തന്നെ ആയിക്കൊള്ളട്ടെ. Now those who feel God is calling them, ദൈവം നമ്മെ വിളിക്കുന്നുവെന്ന് ചിന്തിക്കുന്ന ഓരോരുത്തരും they should know അവരോരോരുത്തരും മനസ്സിലാക്കണം, അറിയണം, dissatisfaction and doing ministry do not go together. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സംതൃപ്തിയും നമ്മുടെ കർത്താവിന്റെ ശുശ്രൂഷയും ഒരുപക്ഷെ ഒരുമിച്ച് പോവുകയില്ല. They must learn to trust in God. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുവാൻ നാം പഠിക്കണം. In 1 Timothy chapter 6 verse 6 and 8 there is a statement like this. 1 തിമോഥെയോസ് 6-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു, Godliness with contentment is great gain. അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലുതായ ആദായം ആകുന്നതാനും. Are we content? നമ്മളെല്ലാവരും സംതൃപ്തരാണോ? What are our challenges? നമ്മുടെ മുൻപിലുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണ്? Now Paul does not end there. പൗലോസ് അവിടെ കൊണ്ടും He അവസാനിപ്പിക്കുന്നില്ല. speaks about contentment with little or with much. അല്പത്തിലും അധികത്തിലും സംതൃപ്തനായിരിക്കുന്നതിനെ കുറിച്ചും പൗലോസ് പറയുന്നുണ്ട്. Where we have read, he says, നാം വായിച്ചെടുത്ത പൗലോസ് ഇപ്രകാരം പറയുന്നു, I know how to get along with humble means. എനിക്ക് അല്പത്തിൽ ഞാൻ സംതൃപ്തനായിരിക്കാനും ഞാൻ അതോടൊപ്പം ജീവിക്കുവാനും ഞാൻ Now പഠിച്ചിരിക്കുന്നു. the word humble
അതുകൊണ്ട് ഞാൻ ഈ വിനയത്തോടു കൂടെ ഇരിക്കുക എന്ന് പറയുന്നത് means to recognize absolute dependence on God. അന്ന് ഞാൻ ഇവിടെ താഴ്മയോടെ ഇരിക്കുക എന്ന് പറയുന്നത് ദൈവത്തിലുള്ള പരമമായ ആശ്രയമാണ്. He goes on to say, പൗലോസ് വീണ്ടും ഇപ്രകാരം പറയുന്നു, that is the secret of a believer. അതുകൊണ്ട് ദൈവത്തിലുള്ള ആശ്രയമാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ രഹസ്യം. True contentment is being satisfied with what I have. എനിക്ക് ഇപ്പോൾ ഉള്ളതിലുള്ള അതിനുള്ള സംതൃപ്തിയാണ് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം. And what I have is God. എനിക്ക് ഇന്നുള്ളത് അത് ദൈവത്താലാണ്. That is critical. അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. Paul says, പൗലോസ് പറയുന്നു, I have learned I learn what is the secret of being filled. ഞാൻ എൻ്റെ ഉള്ളിൽ എനിക്ക് നിറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ ആയിരിക്കുന്നത് ഞാൻ ശീലിച്ചിരിക്കുന്നു. And going hungry. ഞാൻ പട്ടിണിയിൽ പോകുവാനും ഞാൻ The പഠിച്ചിരിക്കുന്നു. question is, what is this secret? അപ്പോൾ ഇവിടെയുള്ള ചോദ്യം എന്താണ് ഈ രഹസ്യം, സീക്രട്ട്, ശീലം എന്നുള്ളത്? Secret means to be instructed, to have intimate acquaintance with something. ചിലതിനോട് അടുത്തിരിപ്പാനുള്ള അഭ്യസനം, ശീലം എന്നുള്ളതാണ് ഇതിന്റെ ഉത്തര രഹസ്യം. To be fully instructed in something. ചിലതിലുള്ള പൂർണ്ണമായ പരിശീലനം. The secret of being taught by God. ദൈവം എന്നെ അഭ്യസിപ്പിച്ച പഠിപ്പിച്ച ചിലത്. So the secret that Paul had അതുകൊണ്ട് പൗലോസിന്റെ ജീവിതത്തിന്റെ രഹസ്യം, വിജയത്തിന്റെ രഹസ്യം was ഉണ്ടായിരുന്നത് that his security is found in Jesus Christ. അവന്റെ സുരക്ഷ, അവന്റെ സംരക്ഷണ പൗലോസ് ക്രിസ്തുവിലാണ് കണ്ടെത്തിയിരുന്നത്. Somebody who had this is David. David also had this contentment. നമ്മൾ വേദപുസ്തകത്തിൽ ധാരാളം സങ്കീർത്തനങ്ങൾ എഴുതിയിട്ടുള്ള ദാവീദിനും ഈ വലിയ സംതൃപ്തി ഉണ്ടായിരുന്നു എന്ന് നമുക്ക് വായിക്കുന്നു. In Psalm 23 he says, 23-ാം സങ്കീർത്തനത്തിൽ ദാവീദ് ഇപ്രകാരം the പറയുന്നു, Lord is my shepherd. യഹോവ എൻ്റെ ഇടയനാകുന്നു, I shall not want. എനിക്ക് മുട്ടുണ്ടാകുകയില്ല. He makes me lie down in green pastures. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവനെ കിടത്തുന്നു. He leads me beside quiet waters. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. And finally he says, I will dwell in the house of the Lord forever. അവസാനമായി ദാവീദ് പറയുന്നു, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. This is the attitude that should accompany those who want to serve the Lord. ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ ഇറങ്ങുന്നവരോടൊപ്പം സഹയാത്രികനായി വന്നു ചേരുന്ന ഒന്നാണ് സംതൃപ്തി എന്ന് പറയുന്നത്. In conclusion, അതിന്റെ ഉപസംഹാരത്തിൽ Paul continues to explain the issue of the secret. പൗലോസ് വീണ്ടും അതിന്റെ ഈ രഹസ്യത്തെക്കുറിച്ച്, ശീലത്തെക്കുറിച്ച് പൗലോസ് വീണ്ടും പറയുന്നുണ്ട്. In the last verse we read, അവസാനത്തെ വാക്യത്തിൽ Paul says, പൗലോസ് പറയുന്നു, I can do all things through him who strengthens me. എന്നെ ശക്തീകരിക്കുന്ന ക്രിസ്തുവിലൂടെ, അവനിലൂടെ എനിക്ക് എല്ലാം ചെയ്യുവാൻ കഴിയുന്നു, സകലത്തിലും മതിയായ ദൈവത്തിലൂടെ. Dear friends, in my early day of ministry, എന്റെ ജീവിതത്തിന്റെ പട്ടത്ത ശുശ്രൂഷയിലെ പല അനുഭവങ്ങളിലും, and in my early day of conversion, in my early days of after being converted, എന്റെ ചെറുപ്രായത്തിൽ ഞാൻ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച സമയത്ത് I loved this portion of scripture. ഞാൻ ഈ വേദഭാഗം വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. As a young man, ചെറുപ്പക്കാരനായ I will move around. ഞാൻ ഈ I ലോകത്തിലൂടെ can സഞ്ചരിച്ചു. do all things through him who strengthens me. ഞാൻ ഉറക്കെ പറഞ്ഞു, ഈ ദൈവത്താൽ എനിക്ക് സകലതും സാധ്യമാണെന്ന്. I am a conqueror. ഞാൻ ഒരു വലിയ ഒരു പട്ടാളക്കാരനാണ്. I am rich. ഞാൻ സമ്പന്നനാണ്. Because I can do all things through him who strengthens me. എന്നെ ശക്തനാക്കുന്ന ദൈവത്തിലൂടെ സർവ്വതും ചെയ്യുവാൻ ഞാൻ കഴിവുള്ളവനാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. I used to confess positively. ഞാൻ ഈ ജനത്തോട് ഏറ്റുപറഞ്ഞു അനുകൂലമായി. I am not poor. ഞാൻ ദരിദ്രനല്ല. Now I have 30 years in ministry. 30 വർഷമായി ഞാൻ ഈ വലിയ ശുശ്രൂഷയിലായിട്ട്. As I talk to you now, ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന ഈ സമയത്ത് my balance in the bank is in the red.
എന്റെ ബാങ്ക് ബാലൻസ് വളരെ താഴ്ന്ന നിലയിലാണ്. Every day for me is from hand to mouth. എന്റെ ഓരോ ദിവസവും ഞാൻ ദൈനംദിന കാര്യങ്ങളിൽ മാത്രം ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നു. What does that mean? എന്താണ് അത് അർത്ഥമാക്കുന്നത്? Does this mean Paul is a liar here? പൗലോസ് അത് ഇപ്രകാരം പറയുന്നുവെങ്കിൽ അത് പൗലോസ് കള്ളം പറയുകയാണ്. When he says I can do all things through him who strengthens me. പൗലോസ് പറയുന്നു എന്നെ ശക്തനാക്കുന്ന ദൈവത്തിനാൽ എനിക്ക് സർവ്വതും സാധ്യമാണെന്ന് It പറയുമ്പോൾ is now as I grow, ഞാനിപ്പോൾ വളരുന്നു, I begin to understand. ഞാനിപ്പോൾ തിരിച്ചറിയുന്നു, മനസ്സിലാക്കുന്നു. Paul is saying പൗലോസ് ഇപ്രകാരമാണ് he പറയുന്നത്, could do all things. അവന് എല്ലാം ചെയ്യുവാൻ സാധിക്കും, All things including suffering and still be victorious. അതുകൊണ്ട് ഞാൻ ഈ കഷ്ടത സഹിക്കുവാനും ഈ കഷ്ടതയിലൂടെ വിജയാളിയായി തീരുവാനും ഞാൻ പഠിക്കും. All things include going through pain and never give up. ഞാൻ ഈ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോഴും ഞാൻ ഈ ദൈവത്തെ ഉപേക്ഷിക്കുകയില്ല എന്ന വലിയ ബോധ്യം. Because of Christ. ക്രിസ്തുവിലൂടെ മാത്രം, ക്രിസ്തുവിനോടൊപ്പം. Paul says, പൗലോസ് പറയുന്നു, I spent many days in prison. ഞാൻ അനേകം ദിവസങ്ങൾ തടവിലായിരുന്നു. When it was cold, ഞാൻ വിളിക്കപ്പെട്ടപ്പോൾ he was with me. അവൻ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. 3 times I went to the Lord ഞാൻ 3 പ്രാവശ്യം എന്റെ ദൈവത്തിന്റെ അടുക്കലേക്ക് and ചെന്നു. said to the Lord, ഞാൻ കർത്താവിനോട് പറഞ്ഞു, remove the thorn from my flesh. എന്റെ ശരീരത്തിലെ ഈ മുള്ളുകൾ എന്നെ ഭാരപ്പെടുത്തുന്നത് മാറ്റി തരണമേ എന്ന്. The Lord says, നമ്മുടെ കർത്താവ് പൗലോസിനോട് പറഞ്ഞു, when you are weak, നീ is ബലഹീനനായിരിക്കുമ്പോൾ then that you are strong. നിന്നെ കൂടുതൽ ഞാൻ ശക്തിയുള്ളവനാക്കും. God refused to remove the thorn from the body of Paul. അവന്റെ ശരീരത്തിലെ മുള്ളുകൾ നീങ്ങിപ്പോകുവാൻ ദൈവം അനുവദിച്ചില്ല. But God assured Paul, എന്നാൽ പൗലോസിന് ദൈവം കൊടുത്തൊരു ഉറപ്പുണ്ട്, you will be conquerors. നീ ഈ ലോകത്തെ കീഴടക്കുന്നവനായിരിക്കും. God knows what we are going through. നമ്മൾ കടന്നു പോകുന്ന ഓരോ ജീവിത അനുഭവങ്ങളെയും അറിയുന്നവനാണ് നമ്മുടെ ദൈവം. He will give us his hand അവന്റെ കരങ്ങൾ നമ്മളിലേക്ക് to നീട്ടും. be able to go through that. ഈ വലിയ കഷ്ടതയിലൂടെ കടന്നു പോകുവാൻ അവൻ നമ്മെ പ്രാപ്തനാക്കും. Jesus prayed in the garden of Gethsemane. ഗത്സമനയിലെ തോട്ടത്തിൽ നമ്മുടെ കർത്താവ് പ്രാർത്ഥിച്ചു. He was not afraid of death. യേശുക്രിസ്തു മരണത്തെ ഭയപ്പെട്ടിരുന്നില്ല. But he was asking for the accompaniment of the Father through death. പിതാവിനോട് പ്രാർത്ഥിക്കുന്നത്, ഞാൻ ഈ കഷ്ടതയിലൂടെ, ഞാൻ ഈ മരണത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്നോടൊപ്പം ഉണ്ടായിരിക്കണമേ. And indeed the Father strengthened him. അവിടെ തീർച്ചയായും നാം വായിക്കുന്നത്, പിതാവായ ദൈവം അവനെ For ശക്തിപ്പെടുത്തി. the whole night he went through the whole trial. ആ വലിയ പരീക്ഷയിലൂടെ ആ രാത്രി മുഴുവൻ യേശു കടന്നുപോയി. So tired in the morning. അവിടെ വളരെ രാവിലെ വരെ He was flogged. അവൻ വളരെ തളർന്നിരുന്നു. അവൻ His ദൈവസന്നിധിയിലായിരുന്നു. flesh torn into pieces. അവന്റെ മാംസം കഷണങ്ങളായി തീർന്ന പോലെയായി. Carried his own cross. അവന്റെ വലിയ ഭാരമുള്ള കുരിശ് അവൻ ചുമന്നു. Tired and weak. അവൻ ക്ഷീണിതനും ബലഹീനനുമായി. He was crucified on the cross. ക്രൂശിൽ അവൻ തറയ്ക്കപ്പെട്ടു, തൂക്കപ്പെട്ടു. He was hanged on that wood. അവൻ ആ വലിയ മരത്തിന്മേൽ തൂക്കപ്പെട്ടു. It was so painful അത് വളരെ വേദനാജനകമായിരുന്നു. to a point that he cried, അതിനുവേണ്ടിയാണ് അവൻ അവിടെ നിന്ന് ഒരിക്കൽ അവൻ നിലവിളിച്ചു, my God, why have you forsaken me? എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന് എന്ന് കുരിശിൽ കിടന്ന ദൈവം ക്രിസ്തു നിലവിളിച്ചു. But the strength of God the Father was with him there. പിതാവായ ദൈവത്തിന്റെ ശക്തി ക്രൂശിൽ ആ വേദനയിലൂടെ കടന്നു പോകുമ്പോഴും യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നു. He asked, Father, forgive them. ക്രിസ്തു അവിടെ കിടന്നുകൊണ്ട് എല്ലാവരോടും പറയുന്നു, കർത്താവേ ഇവരോട് For ക്ഷമിക്കണമേ. they know not what they are doing. അവരെന്താണ് അവർ ചെയ്യുന്നത് എന്തെന്ന് അറിയാതെ അവരോട് And ക്ഷമിക്കണമേ. he said, I am thirsty. ക്രിസ്തു കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. Instead of water, they gave him vinegar. അവിടെ നാം വായിക്കുന്നത് വെള്ളത്തിന് പകരം കയ്പ് കാടി അവന് The കൊടുത്തു. strength of God the Father was with him. അപ്പോഴും പിതാവായ ദൈവത്തിന്റെ ശക്തി അവനോടൊപ്പം ഉണ്ടായിരുന്നു. And at last he said, it is
finished. ഏറ്റവും അവസാനം നമ്മുടെ കർത്താവ് കുരിശിൽ കടത്തുകൊണ്ട് പറഞ്ഞു, സർവ്വതും സകലതും I നിവൃത്തിയായി. completed the task. ഞാൻ പിതാവായ ദൈവം എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ പൂർത്തിയാക്കിയിരിക്കുന്നു. For God gave him the strength. ആ വലിയ ശക്തി ക്രിസ്തുവിന് ലഭിച്ചത് പിതാവായ ദൈവത്തിൽ നിന്നാണ്. All the Martoma members are all evangelists. എല്ലാ മർത്തോമക്കാരനും ഓരോ മർത്തോമക്കാരനും ഓരോ സുവിശേഷകനാണ്. And in doing their work, അവരുടെ ശുശ്രൂഷ നിർവഹിക്കുന്ന they ഇടങ്ങളിൽ should fear nothing. ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. For there is enough energy, നിങ്ങൾക്ക് സർവ്വശക്തിയും തരുവാനുള്ള ദൈവമുണ്ട്. enough power നല്ല ശക്തി തരുവാൻ, to see them through നിങ്ങളുടെ കഷ്ടതയിലൂടെ നിങ്ങളുടെ as ശുശ്രൂഷകൾ they കടന്നു പോകും. evangelize. ഈ വലിയ ശുശ്രൂഷ ചെയ്യുവാൻ What happens to us നമുക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? when challenges come, വെല്ലുവിളികൾ നമ്മെ അഭിമുഖീകരിക്കുമ്പോൾ, when we face disappointments, പലപ്പോഴും ജീവിതത്തിൽ വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ നാം നിരാശരായി തീരും. when we lose jobs, പലപ്പോഴും നമുക്ക് ജോലി നഷ്ടപ്പെടുമ്പോൾ, do we give up? പലപ്പോഴും നമ്മൾ കർത്താവിനെ ഉപേക്ഷിക്കുന്നവരായി തീരും. Paul says, don't. പൗലോസ് പറയുന്നു, അരുത്. Christ is there നമ്മുടെ കർത്താവ് നിന്നോട് കൂടിയുണ്ട്. to give you strength. നിനക്ക് ശക്തി തരുവാൻ മതിയായ കർത്താവ്. Jesus himself said to his disciples, യേശു തന്നെ ശിഷ്യന്മാരോട് ഇപ്രകാരം പറഞ്ഞു, but you will receive power നിങ്ങൾ സ്വർഗത്തിൽ ശക്തി ലഭിക്കും. when the Holy Spirit has come upon you, നിങ്ങളുടെ മധ്യത്തിൽ പരിശുദ്ധാത്മാവ് and വരുമ്പോൾ you will be my witnesses നിങ്ങൾ എന്റെ സാക്ഷികളാകും. in Jerusalem, യെരൂശലേമിലും in Judea, യഹൂദിയയിലും and Samaria, ശമരിയയിലും and to the ends of the earth. ലോകത്തിന്റെ അവസാനത്തോളം നിങ്ങൾ എന്റെ So സാക്ഷികളാകും. my dear brothers, അതുകൊണ്ട് എന്റെ പ്രിയ സഹോദരി my സഹോദരന്മാരെ, dear fathers, എന്റെ പിതാക്കന്മാരെ, let us trust in the unfailing hand of God, ഒരിക്കലും തോൽക്കാത്ത പരാജയപ്പെടാത്ത വലിയവനായ ദൈവത്തിന്റെ കരങ്ങളിൽ നമുക്ക് that ആശ്രയിക്കാം. he will supply all our needs Nam- according to his riches in Christ Jesus. നമ്മുടെ കൃപാധനത്തിൽ നിന്ന് നമുക്ക് സർവ്വം തരുവാൻ കഴിവുള്ളവനായ പരമവനായ ദൈവത്തിൽ നമുക്ക് Let ആശ്രയിക്കാം. us go and do his will, നമുക്ക് പുറത്തേക്ക് ഇറങ്ങി ദൈവത്തിന്റെ വലിയ ഇഷ്ടം നിർവഹിക്കാം. to be his witnesses അവന്റെ wherever സാക്ഷികളായി we find തീരുവാൻ. ourselves. അവന്റെ സാക്ഷികളായി നമുക്ക് ഈ ലോകത്തിൽ നമ്മെ തന്നെ കണ്ടെത്തുവാൻ, At workplaces, നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ, wherever we go, നമ്മൾ എവിടെ പോകുന്നുവോ he is already out there. അവൻ നമുക്ക് വേണ്ടി ഇപ്പോൾ തന്നെ അവിടെയുണ്ട്. He is waiting for us. അവൻ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. Thank God we have such a faithful companion. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം, അത്രമാത്രം May- വിശ്വസ്തനായ ഒരു സഹയാത്രികൻ may- നമുക്കുണ്ടായതുകൊണ്ട്. May his name be praised now and always. അവന്റെ നാമം ഇന്നും എന്നേക്കും മഹത്വമുണ്ടാകട്ടെ, സ്തോത്രമുണ്ടാകട്ടെ. Amen. ആമേൻ. ഹൃദയം നിൻ സന്നിധിയിൽ പകരുന്നു പ്രാർത്ഥനയിൽ സ്തോത്രത്തിൻ യാഗം ഞാൻ തന്നീടും സർവേശ്വരനെ നിൻ മുൻപിൽ എൻ ഹൃദയം നിൻ സന്നിധിയിൽ പകരും